അല്ല, നിങ്ങൾ മാധ്യമങ്ങളിൽ കൂടെ മനസ്സിലായത് 2 ദിവസം കൊണ്ട് പ്രഖ്യാപനം വരുന്നതാണ്. അപ്പോൾ പ്രഖ്യാപനം വരട്ടെ. അതായത് ഈ വേവുകോളം കാത്തിരുന്നാൽ ആറുകോളം കാക്കാൻ ബുദ്ധിമുട്ടില്ല. ഏതായാലും തീരുമാനം വരട്ടെ. അല്ല, 2011 അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരികയല്ലേ. പഴയ തലമുറ മുഴുവനായിട്ട് മാറി പുതിയ തലമുറ വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും. പഴയൊരു സെറ്റ് മുഴുവൻ അങ്ങ് മാറുകയല്ലേ. കെ കരുണാകരന്റെയും ഉമ്മൻചാണ്ടി ആന്റണിയുടെ കാലത്തൊന്നും തർക്കങ്ങളില്ലാതെ അന്ന് അവർക്ക് ലീഡർഷിപ്പ്, അന്നത്തെ ലീഡർഷിപ്പാണ്. ഇപ്പൊ പുതിയ ആൾക്കാർ വന്നു. പുതിയ ആൾക്കാർ വരുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടാവും. അതൊക്കെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കോൺഗ്രസിലുണ്ട്. അതിനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം എടുക്കും. തീരുമാനം എന്ത് വന്നാലും അത് ഞാൻ അംഗീകരിക്കുന്ന പറഞ്ഞാൽ അത് ഒരു കോൺഗ്രസ്സുകാരന്റെ ചുമതലയാണ്. അല്ല, എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ല. വീണ്ടും തേടിയാൽ എന്റെ അഭിപ്രായത്തിനൊന്നു തന്നെയുള്ളൂ. എനിക്ക് അതേ അഭിപ്രായം തന്നെയാണ്. മുമ്പ് ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ മുമ്പിൽ പറഞ്ഞ അതേ അഭിപ്രായത്തിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. പക്ഷെ ഹൈക്കമാൻഡ് എന്ത് തീരുമാനം എടുത്താലും ഞാൻ അത് അംഗീകരിക്കും.